ഹായ് ഹലോ. ഞങ്ങളെ ഇന്ന് ജോക്കൂരും മാൾട്ടിക്കും സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ 5 to 7 ആണ് അവർ ടൈം പറഞ്ഞിരിക്കണേ. അപ്പോൾ അതിനുള്ളിൽ അവിടെ എത്തണം. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 6:30 ആവാറായിട്ടുണ്ട്. പെട്ടെന്ന് എത്തും, അധികം ദൂരമില്ല. അപ്പോൾ അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീക്കെൻഡ് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ജോക്കുന് നാളെ KTSM ക്ലാസ്സിലെയും കാഴ്ച സമർപ്പണം ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും മേടിക്കണം, കാഴ്ച സമർപ്പണം കൊടുക്കാനായിട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ക്യാമ്പിലുള്ള ആളുകൾക്ക് പറ്റിയ എന്തെങ്കിലും അങ്ങനെ ആപ്റ്റാവണം എന്തെങ്കിലും മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. സാധാരണ സ്വത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകാറുള്ളൂ. സ്വത്തില്ലാതെ പോകുന്നത് വളരെ കുറവാണ്. പക്ഷേ സ്വത്തിന് ഡ്യൂട്ടി ഉണ്ട്, കുറച്ച് ലേറ്റാവും ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങളോട് പോയിക്കോ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിന് കയറിക്കോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സ്വത്ത് എത്താമെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഷോപ്പിങ്ങിന് നമ്മൾ പിന്നെ നമ്മുടെ അടുത്തുള്ള ലുലുവിലാണ് പോകുന്നത്. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇവരൊരു ഫൈനൽ എക്സാമിന് മുമ്പുള്ള എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാം പേപ്പറൊക്കെ നമുക്ക് കാണിച്ചു തരും, മാർക്സൊക്കെ നോക്കും, ടീച്ചേഴ്സും പാരൻസൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക, സംസാരിക്കാം, അതൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താവും വീഡിയോ എന്ന് എനിക്കറിയില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യാം. സ്കൂളിൽ നമുക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. എനിവേ, അപ്പോൾ നമുക്ക് നോക്കാം. സ്വത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടാട്ടോ സ്കൂളിൽ മീറ്റിങ്ങിന് പോകുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ സാധാരണയായിട്ട് എത്താറുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ജോക്കാണ് ഫോണിൽ ഊബറിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ മാളൂട്ടിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഫോണിന് വേണ്ടിയിട്ടുള്ള പിടിവലിയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത കാർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റോ മതി കേട്ടോ മാക്സിമം സ്കൂളിൽ എത്താനായിട്ട്. 5 to 7 ആണ് മീറ്റിംഗ് ടൈം. അപ്പം ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 7 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. ലാസ്റ്റ് ടൈം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ പോകുന്നത്. അപ്പോൾ പിന്നെ ചെന്ന് വശം 1-2 പേരൻസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ടീച്ചറെ കാണാനും തിരിച്ചു പോരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നേരെ ക്ലാസ് വൈസിലുള്ള ഇതുപോലെ ടോക്കൺ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജോക്കൂരും മാൾട്ടിക്കും സെപ്പറേറ്റ് ക്ലാസ് വൈസുള്ള ടോക്കൺ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പോയത് മാൾട്ടിയുടെ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2-3 പേരൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാ ക്ലാസ്സിലും കുട്ടികളുടെ ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളും പിന്നെ സ്പെഷ്യൽ ഡേയോടനുബന്ധിച്ച് കുട്ടികൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പെയിൻറ്റിങ്സും അതുപോലെ തന്നെ പിക്ചേഴ്സൊക്കെ ഇതുപോലെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് മാളൂട്ടിയുടെ ഫ്രണ്ട് അനാലിസിയാണ്. സ്കൂളിലുള്ള പോലെ തന്നെ KTSM ക്ലാസ്സിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടപ്പോൾ ഇവരുടേതായ കളികളും വിശേഷം പറച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ രണ്ടുപേർക്കും. അങ്ങനെ മാൾട്ടിയുടെ ആൻസർ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണയായിട്ട് ടീച്ചറെ മീറ്റ് ചെയ്യണേക്കാളും തൊട്ട് മുൻപ് നമുക്ക് എല്ലാ എക്സാമിൻ്റെയും ആൻസർ ഷീറ്റ് തരും. അപ്പോൾ നമുക്ക് മാർക്സിലോ അല്ലെങ്കിൽ അവരെഴുതിയ ആൻസേഴ്സിലോ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ടീച്ചറെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇൻഫോം ചെയ്യാം കേട്ടോ. ഇതുവരെ മാൾട്ടിക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്കുണ്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു കാര്യത്തിൽ. ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ മാക്സിമം അവിടെ നിന്ന് തന്നെ പഠിച്ചു പോരാനായിട്ട് മാൾട്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഹോംവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതാത് ദിവസത്തെ കാര്യങ്ങൾ പഠിച്ച് തീർക്കണം എന്നുള്ളത് മാളൂട്ടിക്ക് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതൊരു നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോഴുള്ള ഇത്ര നല്ല ക്വാളിറ്റീസൊക്കെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥന കേട്ടോ. അപ്പോൾ അങ്ങനെ മാളൂട്ടിയുടെ ടീച്ചറെ കണ്ടതിന് ശേഷം നെക്സ്റ്റ് നമ്മളിത് ജോക്കുൻ്റെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ജോക്കുൻ്റെ മാൾട്ടിയുടെയും ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ജോക്കുവിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഓരോന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ജോക്കുവിൻ്റെ ക്ലാസ് ടീച്ചർ ജോക്കുവിൻ്റെ ആൻസർ ഷീറ്റ് തന്നു. ഞങ്ങളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ജോക്കുവിനും നല്ല മാർക്സ് ഉണ്ട്. ജോക്കു ആയാലും മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വരാൻ ശ്രമിക്കാറുണ്ട്. ബാലൻസ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ലീവ് എടുക്കൽ വളരെ കുറവാണ് കേട്ടോ. അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ
ലീവ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. കാരണം അവിടെ നിന്ന് തന്നെ കുട്ടികൾ മാക്സിമം പഠിച്ചിട്ട് വരും. അപ്പോൾ അതേ അങ്ങനെ 2 ടീച്ചേഴ്സിനെ കണ്ടതിന് ശേഷം രണ്ടുപേരും ഓടിപ്പോകുന്നത് അവരുടെ ഒരു പ്ലേ ഏരിയയിലേക്കാണ്. അപ്പോൾ നോർമൽ ഡേയ്സിൽ ഇവിടെ ഇവർ ഇത്ര വലുതായ കാരണം ഇവിടെ കളിക്കാനായിട്ട് അലൗ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ മീറ്റിങ്ങിന് വരുന്ന ദിവസം ഈ ഒരു ഏരിയയിൽ വരാതെ പോകാമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ മുന്നത്തെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാ തവണയും ഇവിടെ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വന്ന് കുറച്ച് നേരം കളിക്കുക എന്നുള്ളത് രണ്ടുപേരുടെയും വലിയൊരു ആഗ്രഹമാണ്. ഇത് എൻ്റെ ഫ്രണ്ട് രശ്മിതയാണ്. രശ്മിതയുടെ മോൻ ഇവാനും മാളൂട്ടിയുടെ ക്ലാസ്സിലാണ്. അപ്പോൾ ഇവാനും അവിടെ പ്ലേ ഏരിയയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ കളിക്കുന്ന നേരം ഞങ്ങളിതേ കുറച്ച് നേരം സ്കൂളിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ഇവരായിട്ട് കളി നിർത്താനുള്ള ഒരു ഉദ്ദേശം കാണാണ്ടായപ്പോൾ ഞങ്ങൾ കുറേ നിർബന്ധിച്ചിട്ടാട്ടോ പിന്നെ അവരവിടെ നിന്ന് കൊണ്ടുവന്നത്. കാരണം നേരെ ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ രശ്മിതയാണ് ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. കാരണം സ്വത്തിൻ്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ ഷോപ്പിംഗ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് കാരണം കുറച്ചധികം നേരം ജോക്കുരും മാൾട്ടിക്കും പ്ലേ ഏരിയയിൽ കളിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ രണ്ടാൾക്കും. പിന്നെ ഇവാനും കൂടി ആയപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാമെന്ന് പറയുമ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനിപ്പോൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ പ്ലാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നായിരുന്നു. പക്ഷേ അത് പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. കാരണം മീറ്റിംഗ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അപ്പോൾ പിന്നെ നമ്മുടെ വീക്കെൻഡ് ഷോപ്പിംഗ് വേറൊരു ദിവസം ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലെത്തി. പിന്നെ ജോക്കൂര് നാളെ കാറ്റീസത്തിന് കൊടുക്കാനായിട്ടുള്ളത് സ്വത്തിനോട് മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ. സ്വത്ത് ഇപ്പോഴെത്തിയിട്ടില്ല, നല്ല ലേറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാരണം പിന്നെ മൊത്തം പ്ലാനിങ് ഒക്കെ മാറിയത്. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടില്ല, എൻ്റെ ഫ്രണ്ട് രശ്മിതയാണ് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കിടക്കണം, നാളെ നേരത്തെ എണീക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. Like and subscribe.